15-ാം ദശകം 6-ാമത്തെ ശ്ലോകം. അഹക ബഹുലിം ഹിംസ സഞ്ചിതാർത്തൈഃ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാളി വിശദീഃ ഗൃഹസക്തക യാതനാമൈ അഭക്തക കപിലത്തനു ഇഹിത്തിത്വം ദേവഹൂത്യൈ നഗാദീഃ. അഹഹ കഷ്ടം തന്നെ, ബഹുല പലതരത്തിലുള്ള ഹിംസകൾ ചെയ്തുകൊണ്ട് സഞ്ചിതാർത്ഥൈഹി സമ്പാദിച്ച ധനത്തെ കുടുംബത്തിൽ ഉള്ളവർക്കും പ്രീതി എല്ലാവിധ സ്നേഹ ദിനം ദിവസവും അനുപുഷ്ണൻ പുലർത്തണമെന്ന് സ്ത്രീജിതോ തൻ്റെ സ്ത്രീജനത്തിന് ബാലലാളി മക്കളെ നോക്കിക്കൊണ്ടും വിശദി അനുഭവിക്കുന്നു. ഹി അവർക്ക് ഗൃഹകാര്യങ്ങളിൽ ആസക്തിയായിട്ട് യാതനാം നരകതുല്യമായിട്ട് മയി എന്നിൽ ഭക്തയില്ലാത്തവനായി കപിലതനുഹു കപിലമുനി ഇതി ഇപ്രകാരം ത്വം ഭഗവാൻ ദേവഹൂതേനഗാദി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഈ ദശകത്തിൽ കപിലോപദേശത്തെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. അതും ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥൻ ആ ഭഗവാനെ മറന്നുകൊണ്ട് ബാക്കി തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ഗൃഹസ്ഥാശ്രമത്തിന് വേണ്ടിയുള്ള ആ സ്ത്രീജനത്തെയും കുഞ്ഞുങ്ങളെയും മാത്രം നോക്കിക്കണ്ട് ഇരിക്കുന്നു എന്നാണ് ഇവിടെ കപിലമുനി പറയുന്നത്. അതായത് വളരെ കഷ്ടമായി എനിക്ക് തോന്നുന്നു, കാരണം പലതരത്തിലുള്ള ഹിംസകൾ അനുഭവിച്ചു കൊണ്ടാണ് ഒരു കുടുംബസ്ഥൻ തൻ്റെ കുടുംബത്തെ എല്ലാ ദിവസവും പുലർത്തുന്നത്. തൻ്റെ സ്ത്രീജനത്തിന് അതിനെ സന്തോഷിപ്പിക്കണം, തൻ്റെ മക്കളെ നോക്കണം, അത് അനുഭവിക്കുന്ന എല്ലാ ഗൃഹകാര്യങ്ങളിലും ആസക്തിയായി നോക്കിക്കൊണ്ട് ഒരു നരക ദുഃഖത്തെ അനുഭവിക്കുന്നു. എന്നാൽ ഒരു നിമിഷം പോലും ഭക്തി ഇല്ലാത്തവനായി തീരുന്നതിനാൽ ഭഗവാനെ പോലും മനസ്സിൽ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണോ ഇരിക്കേണ്ടത്? അല്ല. അപ്പോൾ ഗൃഹസ്ഥൻ എപ്പോഴും തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഭഗവാനെ ഓർമ്മിക്കണം എന്നാണ് ഇവിടെ കപിലമുനി ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തത്. അഹക ബഹുലഹിംസ സഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനാനുവഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദിഃ ഗൃഹസക്തോ യാതനാമയ്യ ഭക്തഃ കപിലതനുരിതിത്വം ദേവഹ്യൂത്യൈ നഗാദീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.